உருகி உருகி போனதடி என் உள்ளம் யானியே குருகி குருகி போனதடி எண்ணம் யானியே நீன்றி மூடுமே ஏவானோ நீதானே என் காதலே என்னாலும் உருகி உருகி போனதடி உள்ளம் யானியே குருகி குருகி போனதடி எண்ணம் யானியே நீதானே என் காதலே என்னாலும் உருகி உருகி போனதடி என் உள்ளம் யானியே குருகி குருகி போனதடி என் எண்ணம் யானியே വിലോലമാം പൂമഞ്ഞിൻ തലോടലായി പാടാൻ വാ ഏതോ പ്രിയഗീതം വെള്ളി നില തുള്ളികളോ കൺപീലിയിൽ തെല്ലലിയും ചന്ദനമോ മറഞ്ഞു നിന്നെന്തിനൻ മനസ്സിലെ കുങ്കുമം തളിർ വിരൽ തുമ്പിനാൽ കവർന്നു നീ ഇന്നലെ ജന്മകടങ്ങളിലൂടെ വരും നിൻ കാൽപ്പാടുകൾ പിന്തുടരാൻ എൻ്റെ മനസ്സിലലിഞ്ഞൊരുക്കും പ്രസാദം പങ്കിടുവാൻ മഞ്ഞിതൾ മൂടുമാറോർമകളിൽ ഒരു പൊൻ
അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ഈണം. മഴയേ എൻ കനവിൽ എന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ വിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ നാമത്തിൽ വാഴ്ത്തപ്പെടാനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിയുടോനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിയുടോനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിയുടോനെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ സുരക്ഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്തുതി പാപികളായ ആരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം പോലെ ഭൂമിയിലുമാണമേ. ആകാശമുള്ള തരണമേ. ഇടക്കാരോട് ആശംസിച്ചതുപോലെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി ഓടിപ്പോൾ ഞങ്ങളുടെ സമയത്ത് ബലഹീനന്മാരും പാടുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും പ്രമാണമേ. വിശുദ്ധ സഭയിൽ വിവാഹോപദേശ ഏർപ്പെടുത്തിയ സത്യമണവാളനായ ഞങ്ങളുടെ വിശ്വതമ്പുരാനെ നിന്റെ കൃപയാൽ ഇവന്റെ വിവാഹത്തിന് നീ മധ്യസ്ഥനായിരിക്കണമേ. ഈ നിന്റെ ദാസന് വിട്ടുപിരിയാത്ത വാഴ്വും ജീവിതാവിശുദ്ധിയും സഹായവും ദൈവഭക്തിയും നൽകണമേ. പിന്നെ വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ സാന്നിധ്യത്തായുടെ ജീവിതത്തെ അലങ്കരിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സ്നേഹവും ത്യാഗവും ആനന്ദവും സമാധാനവും വിശുദ്ധിയും നിറഞ്ഞ കുടുംബജീവിതം ഇവർക്ക് നൽകണമേ. പരസ്പര വിശ്വാസവും സഹകരണ ബുദ്ധിയും പ്രദാനം ചെയ്യണമേ. അബ്രഹാമിനെ പോലെയും സാറായെ പോലെ ഇവർ നിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായി തീർന്ന് തലമുറകൾക്ക് ഭാഗ്യമുള്ളവരായി തീരണമേ. കർത്താവേ കുടുംബങ്ങളെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വിവാഹം വഴിയായി ഇരു കുടുംബങ്ങളെ സന്തോഷത്തിലും ഐക്യത്തിലും വർദ്ധിക്കണമേ. ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മകൾക്ക് നിന്റെ കൃപ അനുഭവിക്കാനിടയാക്കണമേ. അദൃശ്യമായ നിന്റെ തൃക്കൈയുടെ മേൽ ആവസിപ്പിക്കുകയും നിന്റെ ശ്ലീമായാൽ ഇവരെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ. ഈ വിവാഹത്തിന് വേണ്ടി അടുത്തു വന്നിരിക്കുന്ന ഈ കുടുംബത്തിന്റെ ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഇവരുടെ യാത്രയിൽ നീ കൂടെയായിരിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന വധുവിനെയും കുടുംബാംഗങ്ങളെയും നീ കാത്തുകൊള്ളണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സന്നിഹിതനായ കർത്താവേ, വിവാഹ ആശീർവാദത്തിലും ആഘോഷങ്ങളും നീ കൂടെയായിരിക്കണം. എല്ലാവിധ ആവശ്യങ്ങളെയും മുൻകൂട്ടി കണ്ട് കുറവുകൾ പരിഹരിക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും വിശുദ്ധാത്മാവിന്റെ സംസർഗമാവാസങ്ങളുടെ മേലും ചെയ്യാൻ പോകുന്ന മകന്റെ മേലും ഇപ്പോഴെല്ലാ സമയത്തും നീ കൊണ്ടായിരിക്കട്ടെ.
മലരും തോൽക്കും മുഖമേ, മിഴികൾ ചിമ്മും ശിലയേ, പകലിൽ തൂകും നിലവേ, കവിയും പാടാ കവിതേ. അന്നാദ്യം കണ്ട നാൾ മുതലുള്ളിൽ പെണ്ണവളാണേ, കണ്ടാലും കണ്ടാലും കൊതി തീരാ നൊമ്പരമെന്താവോ. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ, പൂമ്പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ. കുളിരായി തോന്നും വെയിലേ, കിളിയായി കൊഞ്ചും മൊഴിയേ, പലതും പകരാനിനിമേൽ അരികിൽ ചേരാമിവനെ. ഇന്നോളം ഇന്നോളം മിഴി പൊന്നായി കണ്ടവയെല്ലാം നിന്നോളം നിന്നോളം വരുകില്ല എന്നറിവാകുന്നേ. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ, പൂമ്പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഒരു മുഖം മനം തിരഞ്ഞിതാ ഒരായിരം കിരാക്കളിൽ, അവളിലായി സ്വയം അലിഞ്ഞിതാ ഒരായിരം കണങ്ങളിൽ. ഇരവേ വെള്ളി നിലവായി നിന്നരികിൽ ഇന്നു ഞാനില്ലേ, പകലേ തുള്ളിവെയിലായി എന്നും ഉയിരിൽ പെയ്തു തൂകില്ലേ. ദൂരങ്ങളിൽ മറയവേ മിഴികൾ നീ പെയ്യരുതേ, തിരികെ ഞാൻ ചേരും വരെ ഇതളുപോൽ വാടരുതേ. ഒരു മുഖം മനം തിരഞ്ഞിതാ ഒരായിരം കിരാക്കളിൽ, അവളിലായി സ്വയം അലിഞ്ഞിതാ ഒരായിരം കണങ്ങളിൽ.
കനവാണോ എൻ നെഞ്ചിൽ നീളും താളമോ ഞാൻ പോലും തേടാത്തോരെന്നെ കണ്ണാലെ കാണും ജാലമോ നിശ്വാസമായി മാറുന്നു ഞാൻ മാറോട് കലരുന്ന നേരങ്ങളിൽ ഈ വെൺകടൽ താണ്ടിടുവാൻ ചിറകുകളണിയാം നാളെ ഒരു മുഖം മനം തിരഞ്ഞിതാ ഒരായിരം കിതാക്കളിൽ അവളിലാ സ്വയം അലിഞ്ഞിതാ ഒരായിരം കണങ്ങളിൽ ഒരു മുഖം മനം തിരഞ്ഞിതാ ഒരായിരം കിതാക്കളിൽ അവളിലാ സ്വയം അലിഞ്ഞിതാ ഒരായിരം കണങ്ങളിൽ സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരൂ നീ അവനോട് ചേർന്നിടുവാ. നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ജോൺസന്റെയും ജിസിയുടെയും വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിന് മകൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഉടമ്പടിയാണ് ഈ വിവാഹ ശുശ്രൂഷ. നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ദിവസം മഴയൊക്കെ പെയ്ത് ചൂടൊക്കെ പോയി സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണ്. ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെയും ഇവിടെ സ്നേഹിതരായിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളെയും കുടുംബത്തിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 വീരങ്ങളിൽ ഹോശാന. ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നാശമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദർശനം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സാക്ഷ്യമായിട്ട് രണ്ടുപേരെ മുമ്പോട്ട് വരിക. വരൻ്റെ ഭാഗത്തു നിന്ന് ഒരാണ്, വധുവിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരാണ്. കർത്താവിൽ നമ്മുടെ മകനായ കാർമല ഇടവകയിൽ പീഡികയിൽ വീട്ടിൽ ജോയിയുടെയും സാരിയുടെയും മകൻ ജോൺസൺ പി.ജെ. ഇത് നടത്തുന്ന മണിമല സെൻറ്റ് ജോർജ് ഇടവകയിൽ ചെരുവിൽ വീട്ടിൽ മോനിച്ചൻ്റെയും സോഫിയുടെയും മകൾ ജിസി മോനിച്ചനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകൾ അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണ്. കർത്താവിൽ നമ്മുടെ മകളായ ജിസിക്ക് ഈ നടക്കുന്ന ജോൺസൺ പി.ജെ. ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധന അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണ്. ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണരും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരട്ടെ. നിന്നോടും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധരോടും കൂടെ അക്ഷയമായ ഭാഗ്യങ്ങളിൽ ഞങ്ങളെയും ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യ ഭാജനങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മോറൻ വിശുദ്ധമായ ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും രഞ്ജിപ്പിച്ചതിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതരായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ. പരിഷ്കാരം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം
ഇവർക്ക് ഹൃദയങ്ങളുടെ ഐക്യം നൽകണമേ. എൻ മനമേ സത്വജനമുതിർത്തിടുക. ഹല്ലേലൂയ. വിവരിക്കൂ നിൻ നൃപനോടൻ കൃതികൾ. യൂദാവീനി ബഹുമതിയാവൾ ഹല്ലേലൂയ. ആരയിട്ടറിയിക്കൂനി മഹിമ ജയിക്കും മാർക്കുമോ. വെൺപോലൻ മാതാവൾ പോലും ഉൾമീനാവി ഉപമകളാ ശ്രീമോചം നാരേകം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയനേവൻ എന്നാഥൻ. 10,000 ഉന്നതനാമിവനേ നാം വാഴ്ത്തിയിടുന്നു. സ്തോമക്കാലോസ് എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യന് കീർത്തിയും എല്ലാ നേരത്തും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പ്രജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്റെ നിർമ്മല രക്തത്താൽ പൂർത്തീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് ഞാൻ സ്തുതി. അവൻ ഭൗമിക സഭയുമായി വിവാഹനിശ്ചയം ചെയ്ത് സ്വയം അവൾക്കുമരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല വിജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും ശ്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവൻ സ്വദാസുരുടെ മോതിരങ്ങൾ ആസ്വദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹങ്ങളുടെ ഉറവയായി ദൈവമേ, നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിനു പരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദിതമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദൈവമോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നീലയങ്കി നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി ജയം നൽകുന്ന നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവികദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്നേഹത്താൽ മുഖേന പരിപൂർണയാക്കി
സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടി നിവൃത്തിയാക്കണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി പൂർണ്ണമാക്കണമെന്നും നിശ്ചയിച്ചു നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവ്വം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവിക ആശീസ്സുകളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായിരിക്കണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുമ്പാകെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പരിപാലന സഭയെ വാനോനാഥൻ വരണം ചെയ്തു. ശീമോന്യോ എന്നിവരെ ആഹ്വാനം ചെയ്വം ഭവനാധിപനായി ശീമോനെ സുവിശേഷം യോഗം ഭരമേ പിച്ചാതിലയേഴും സഭയെ അവസം രക്ഷിച്ചീരാ ബാധിക്കുമോ. സഭയിനുള്ളിൽ ഭയദേശങ്ങൾ ദേശം പതിവനയായതിന നിന്റെ യാതും കൈവിടുകില്ല. ലോകത്തിനവസാനത്തിൽ പാരും പാരുമഴിഞ്ഞാലും വാഴും നീയാകത്തൻ ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശ്രയിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭാമക്കളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധരുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. തന്റെ വലത് കൈ കരുണാപൂർവം നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിവാഹ ഉടമ്പടിയുടെ ഈ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹങ്ങളും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴ്വ നൽകുന്നതുമായ വലത് കൈ നിങ്ങളുടെ കൂടെ ആയിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹ തന്റെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ ശ്രീമാരിൽ നിന്നെന്ന പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക.
ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയിൽ തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിവാഹതയാൽ ഇവരെ അലങ്കരിക്കുകയും ഇവനേക്കാൾ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ വിവാഹ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴിയാണ് ലഭിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാളികളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. സാക്ഷികളാകാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങളെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീരാവും പകലും നിങ്ങളുടെ കൂടെയായിരുന്ന് ദുഷ്ടനിൽ നിന്ന് അവരുടെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശുശ്രൂഷയുടെ 1-ാം ഭാഗം ആശ്രയിച്ച മോതിരങ്ങൾ പൊതുവരന്മാർക്ക് നൽകിക്കൊണ്ട് പൂർത്തിയാക്കുന്നു. പിന്നെ നമ്മൾ കിരീടധാരണത്തിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പൊതുവരന്മാരെ കുടുംബങ്ങളുടെ രാജാവുമായിട്ട് പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബം നടത്തിക്കൊണ്ട് പോകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം മക്കൾക്കാണ്. ആദ്യമ മാതാപിതാക്കന്മാരെ കുറേയും അനുഗ്രഹിച്ച ആ വാഴ്വ് ഇവരെ നമ്മൾ ആശീർവദിച്ചുകൊണ്ട് ഇവരെ വാഴ്ത്തുകയാണ്. പാട്ട് നമ്മൾ പാടുന്ന അവസരത്തിൽ ഒരുമിച്ച് ഗാനങ്ങൾ ആരംഭിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം
നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടെയും അവരുടെയിലും ഞങ്ങൾ നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ.
മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു. ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും നിശ്ചയമായ നിന്റെ ദയയുടെ സമൃദ്ധിയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകുന്നു. ശുഭാർഗരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവപ്രണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. പാവമാകുന്ന അവതരിക്കുന്നതുമായി ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താനാശയത്തിൽ നിന്ന് ഓടിയറിഞ്ഞ് നിന്റെ വിശുദ്ധിയെ സമീപിക്കാനും ഇവിടെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങളിവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോൾ എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായുടെ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താവിനെന്നപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നാൽ മിശിഹാ തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരോ മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവിടെ കറിയോ ചെളവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയാക്കുന്നതിന് വേണ്ടിയാണ്. തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവളെ കളങ്കരകളെയും പരിശുദ്ധിയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ
സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവന്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഭാര്യയ്ക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള ജനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങളെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരമെടുത്തവരും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു ഗലീലയ വിട്ട് യോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവരോട് വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരീസയരെത്തിയെന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഒരിരുവരും ഏകശരീരമാക്കിയിരുന്നെന്ന് അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേദനിക്കാതിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജോൺസനും ജിസിക്കും കുടുംബജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ബഹുമാനപ്പെട്ട വൈദികരുടെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം രണ്ടുപേരെയും സംരക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ക്രിസ്തുവിനെ സമീപിച്ച് പരീക്ഷന്മാരെ ചോദ്യം ചോദിക്കുകയാണ്. കർത്താവേ, നിയമാനുസൃതമായി ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധം വേർപെടുത്തുന്നത് നിയമാനുസൃതമാണോ? ക്രിസ്തു പറയുന്ന മറുപടി,
ആദ്യം മുതലേ ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത് അവർ ഒന്നായിരിക്കാൻ വേണ്ടിയാണ്. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവം തിരഞ്ഞെടുത്ത് സംയോജിപ്പിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരെയും. വിവാഹ ശുശ്രൂഷയുടെ കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്ന് മാത്രം. തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണ്. എന്നൊരു ഉദാഹരണം പറയുമ്പോൾ അത് വ്യക്തമാണ്. നമ്മളുടെ ലോക ജനസംഖ്യ 850 കോടിയാണ്. ഇവരിൽ നിന്നാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന KR നാരായണന് ദൈവം തമ്പുരാൻ കരുതി വെച്ചിരുന്നത് ബർമ്മക്കാരിയായ ഉഷയെ. നമ്മുടെ മുൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ദൈവം തമ്പുരാൻ കരുതി വെച്ചിരുന്നത് ഇറ്റലിക്കാരിയായ സോണിയായ. കാർമലക്കാരനായ ജോൺസണ് ദൈവം കരുതി വെച്ചിരുന്നത് മണിമലക്കാരിയായ ജെസ്സിയെ. ഈ സത്യങ്ങൾ വ്യാധിയാത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഈ കാർമല പ്രദേശത്തെ പെമ്പിളായി ഡാമിനാണ് മണിമല വരെ പോയി ഒരാളെ കണ്ടെത്താനായിട്ട് ഇടവന്നത്. വലിയ സത്യങ്ങളും വലിയ യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ജീവിതത്തിന് പിന്നിലുണ്ട്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആദ്യം മുതലേ ദൈവം മനുഷ്യനെ സ്ത്രീ പുരുഷനെ സൃഷ്ടിച്ചു എന്നുള്ള സത്യം കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന സത്യമാണ്. അത് പരസ്പരം കരുതലോടും പരസ്പര സ്നേഹത്തോടും പരസ്പര പ്രാർത്ഥനയിലും കഴിഞ്ഞുകൂടാൻ വേണ്ടിയുള്ള ജീവിത ക്രമത്തിന്റെ ഭാഗമാണ് കുടുംബജീവിതം. അപ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ഇതാണ്: ഇതുവരെയും നീ അപ്പച്ചൻ്റെയും അമ്മയുടെയും ആങ്ങളുമാരുടെയും ജ്യേഷ്ഠാനിത്യമാരുടെയൊക്കെ സംരക്ഷണയിലായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഈ പട്ടിൽ പൊതിഞ്ഞ് ഒടിവോ ചുളിവോ കൂടാതെ ആയുഷ്കാലം മുഴുവൻ എൻ്റേതായി നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഈ സമൂഹത്തിന് മുൻപാകെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ അച്ചായന്മാരുടെ നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് ഈ മന്ത്രം കൂടി ഇട്ടതിൻ്റെ അർത്ഥം ഓർത്തിരുന്നു. ഞങ്ങളുടെ മക്കളെയും ഇതിൻ്റെ അവസാനം ഒരു ശിക്ഷ കൂടിയുണ്ട്. പുരോഹിത വധൂവരന്മാരുടെ കരങ്ങൾ പരസ്പരം കരമേൽപ്പിച്ചുകൊണ്ട് പറയും, അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. യഥോചിതം അവൻ അവളെയും അവൾ അവനെയും പരിചരിക്കാൻ കടപ്പെട്ടവളാകണം. ഇതാണ് ജീവിതത്തിന്റെ അടിസ്ഥാന സത്യം. പരസ്പരം കരുതാനും പരസ്പരം ഊട്ടാനും ഉറക്കാനും ദൈവം നിങ്ങളെ പരസ്പരം കരമേൽപ്പിക്കുകയാണ്. സ്നേഹത്തിന്റെ ഊഷ്മളത പൂർണ്ണതയിൽ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. വിവാഹത്തിന്റെ തുടർന്ന് വരുന്ന ദിവസങ്ങളൊക്കെ വളരെ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സ്നേഹത്തിന്റെ ഊഷ്മളത നിറഞ്ഞ വാക്കുകളൊക്കെ നിറഞ്ഞതായിരിക്കും. ഇനിയും മറ്റുള്ളവരല്ല നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും മറ്റുള്ളവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു ഇടക്കിഴിൽ ഒന്നിച്ച് ഒരു പെരുപ്പനടിയിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും മറ്റുള്ളവരുടെ വാക്കുകളുമല്ല നിങ്ങളെ പരസ്പരം മുന്നോട്ട് നയിക്കേണ്ടത്. വചനത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുകയും ചെയ്യുക. ഒരാളുടെ ഹൃദയ ആഹ്ലാദമുണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. പരസ്പരം കരുതുക. മാതാപിതാക്കളുടെ വാക്ക്, കുഞ്ഞു മക്കളെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വിവാഹ ശുശ്രൂഷയുടെ കടന്നു വരികയാണ്. നമ്മുടെ മക്കളെ പോലെ തന്നെ ഈ മക്കളെയും കരുതുവാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. മകനെ മകളെ എന്ന് തന്നെയാണ് ഇവരെ അഭിസംബോധന ചെയ്യേണ്ടത്. അവരിവരും അഭിസംബോധന ചെയ്യുന്ന സ്വന്തം മക്കളെ പോലെയും അമ്മയെ പോലെയും കടന്നു ചെല്ലുന്ന കുടുംബത്തിലെ മാതാപിതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാകും. ഒരു വാക്യം കൂടി കൂട്ടിച്ചേർക്കണം. രണ്ടുപേരും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരു നിമിഷം കൂടി അവർ
ദൈവമേ, നല്ല ഭർത്താവായി എനിക്ക് ജോൺസനെ തിരഞ്ഞെടുത്ത് നൽകി ഒരായുസ്സും ആരോഗ്യം നൽകണമേ. ഒഴിയുന്ന കൃപകളും ഐശ്വര്യങ്ങളും ആകാശ നക്ഷത്രങ്ങളെ പോലെ സന്താനങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദാനം നൽകട്ടെ. ദൈവത്തിനോട് അനുഗ്രഹിക്കട്ടെ സമർത്ഥമായിട്ട്. ബഹുമാനപ്പെട്ട വൈദികരുടെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. സർവശക്തനായ ദൈവം സമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കും. ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും പിതാവിന്റെയും പുത്രന്റെയും ജീവസ്വഭാവത്തിന്റെ നാമത്തിൽ എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. കർത്തൻ കയ്യാലിറങ്ങി മണവാളനയാചാര്യൻ അണയ്ക്കും മകുടം രമ്യം. കർത്തൻ കയ്യാലിറങ്ങി മണവാളനയാചാര്യൻ അണയ്ക്കും മകുടം രമ്യം. അണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും
ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അക്ഷയമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിൽ നിന്നൊരു മകുടം ഭക്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. മകുടം ഭക്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. നീതിയുടെ കിരീടവും അനശ്വരതയുടെ മോഹനീയ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ശ്രീമായുടെ ഈ ചിഹ്നം പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള ശ്രീഹായുടെ നാമത്തിൽ ആശീർവദിക്കപ്പെടുന്നു.
സ്വർഗസ്ഥനായ നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തന്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തന്റെ വലത് നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽ കറുസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവേനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. Sorry.
സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മൾ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തിയിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനപ്പെട്ട പൂർവികന്മാരാൽ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവിശ്വാമിശിഹായുടെ സിംഹാസനമായ വിശുദ്ധ ബലിപീഠത്തിൻ്റെയും ശ്ലീബായുടെയും വിശുദ്ധ എവങ്കേലിയോന്റെയും ഈ സമൂഹത്തിൻ്റെ മുൻപാകെയാകുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും, മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല, അറിയുന്നവൻ്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യകാമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ വലതുകയും നാം എല്ലാവരും ഇപ്പോഴും എന്നേക്കും വസിക്കാനിടയാകട്ടെ. പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ വായിലുള്ളതായ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവ്വം വർദ്ധിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം വെച്ചിരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദതയോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവിശ്വാമിശിഹായുടെ കൃപ നിങ്ങളിലും ഞങ്ങളിലും ഇപ്പോൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്കായുള്ള ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും നമ്മുടെ മേലും വിവാഹം ചെയ്ത മക്കളുടെ മേലും ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകണം. ഇതളേ, നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലെ, ഇനിയും നിന്നുള്ളം നോവല്ലേ. അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മുഖിലെ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ, പടരും എൻ സ്നേഹത്തെ പാടെ മായ്ക്കാതെ, അകമേ ആളുന്ന തീയിന്നർത്ഥം കാണാതെ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ.
പകലും ഇരവും വെറുതെ ഒഴുകി ഉടലും ഉയിരും അറിയാതൊരുകി ഈ